ജൂലൈ 4 ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം 1776 ജൂലൈ 4 തീയതിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് നമ്മൾ പറയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന 13 ബ്രിട്ടീഷ് കോളനികൾ ഈ ദിവസമാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ആ സംഭവം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 250 വർഷം പൂർത്തിയാവും. എന്ന് മാത്രമല്ല, അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയും. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായൊരു സംഭവമല്ല. അമേരിക്കയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് കോളനികൾ, അവിടുത്തെ നികുതി ബ്രിട്ടീഷ് ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. അപ്പോൾ അതിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു വികാരം ഉണ്ടായിരുന്നു. അത് പ്രതിഷേധമായിട്ട്, പരാതികളായിട്ട്, നിവേദനങ്ങളായിട്ട് ബ്രിട്ടീഷ് രാജാവിൻ്റെ അടുത്ത് എത്തിയിരുന്നു. പക്ഷേ അന്നത്തെ രാജാവ് അത് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരൊക്കെ ഇതിനെ പരിഹസിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോളനികളിലുള്ള ആളുകളുടെ ഇടയിൽ, അവരുടെ നേതാക്കന്മാരുടെ ഇടയിൽ രാജാവിനെക്കുറിച്ചും ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചും മേൽക്കോയ്മയെക്കുറിച്ചുമൊക്കെ വിപരീത അഭിപ്രായമുണ്ടായി. മാത്രമല്ല, അതിന് തൊട്ടുമുമ്പുള്ള യുദ്ധത്തിൽ കാനഡ ബ്രിട്ടൻ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുമുമ്പ് ഫ്രഞ്ചുകാരുടെ ആക്രമണം ഉണ്ടാകും എന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഈ വിജയത്തോടു കൂടിയിട്ട് ആ ഒരു ഭയം നീങ്ങി. ഇനിയിപ്പോൾ ഫ്രഞ്ചുകാരെ പേടിക്കണ്ട എന്ന ഒരു ആത്മവിശ്വാസം അമേരിക്കയിലുള്ള കോളനികളിലുള്ള ആളുകൾക്കുണ്ടായി. അപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ രാജാവ് വലിയ പണം ചെലവഴിക്കേണ്ടി വന്നു. ആ കാശാണ് ഇവരുടെ അടുത്ത് ഈടാക്കാൻ പുള്ളി ആഗ്രഹിച്ചത്. പക്ഷേ അത് നടക്കില്ല എന്ന അഭിപ്രായം വന്നു. പിന്നീട് പല സംഭവവികാസങ്ങളും അരങ്ങേറി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞൊരു കലാപരിപാടി അരങ്ങേറി. അതിനുശേഷം ഈ ജനങ്ങളുടെ ഭാഗത്തുള്ള എതിർപ്പ് വർദ്ധിച്ചു. ഈ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഭാഗത്തുള്ള അടിച്ചമർത്തലും വർദ്ധിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഫിലാഡൽഫിയയിൽ വെച്ച് ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്നു. രണ്ടാമത്തെ കൺവെൻഷൻ നടക്കുന്നു. ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി ഉണ്ടാക്കാനായിട്ട് 5 അംഗങ്ങളുള്ളൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനായിരുന്നു. അന്നത്തെ ഒരു ശാസ്ത്രജ്ഞനും മുതിർന്ന രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു ഫ്രാങ്ക്ലിൻ. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായിട്ട് 5 അംഗങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ, ഒരാൾ റോജർ ഷെർമാനാണ്, പിന്നെ റോബർട്ട് ലിവിങ്സ്റ്റൺ, പിന്നെ തോമസ് ജെഫേഴ്സൺ, ജോൺ ആഡംസ്. ഇവർ 5 പേരുള്ള ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു. ആ കമ്മിറ്റിക്കാർ ആലോചിച്ചിട്ട് ഫ്രാങ്ക്ലിനുള്ള മുതിർന്ന അംഗം അദ്ദേഹം ജോൺ ആഡംസിനോട് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി ഉണ്ടാക്കാൻ പറഞ്ഞു. ആഡംസ് ആ ഉത്തരവാദിത്വം ജെഫേഴ്സിനെ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നെക്കാളും നന്നായിട്ട് താങ്കൾക്ക് എഴുതാൻ കഴിയും. അങ്ങനെ ആ ഉത്തരവാദിത്വം ജെഫേഴ്സണിൽ വന്ന് പതിച്ചു. അങ്ങനെ അദ്ദേഹം ഇരുന്നിരിപ്പിലൊരു ലേഖനം എഴുതി തയ്യാറാക്കി. എല്ലാ മനുഷ്യരും സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത്. അവർക്ക് കൈമാറ്റം ചെയ്യപ്പെടാനാകാത്ത ചില അവകാശങ്ങളോട്ടാണ് ജനിക്കുന്നത്. അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും മർദ്ദന ഭരണത്തിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ഓരോ ജനതയ്ക്കുമുണ്ട് എന്നൊക്കെയാണ് സാഹിത്യം. അപ്പോൾ ഈ സാഹിത്യം എഴുതി അത് കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കമ്മിറ്റി പാസ്സാക്കി. അത് കഴിഞ്ഞ് ഈ കൺവെൻഷന് മുമ്പിൽ അവതരിപ്പിച്ചു. ചില മാറ്റങ്ങളൊക്കെ അവർ നിർദ്ദേശിച്ചു. ചില്ലറ മാറ്റങ്ങളോട്ട് അത് അംഗീകരിച്ചു. അത് അംഗീകരിച്ച ദിവസമാണ് 1776 ജൂലൈ 4. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ല. സ്വാതന്ത്ര്യം കിട്ടിയത് പിന്നെ ആ ബ്രിട്ടീഷുകാരായിട്ട് വലിയ യുദ്ധമൊക്കെ വേണ്ടി 2-3 കൊല്ലം യുദ്ധം ചെയ്തതിന് ശേഷമാണ്. അത് യോർക്ക് ടൗണിൽ നടന്ന അവസാന യുദ്ധത്തിൽ അമേരിക്കൻ സേനാനായകനായിരുന്ന ജോർജ് വാഷിങ്ടൺ, അദ്ദേഹം നയിച്ച സൈന്യം ബ്രിട്ടീഷ് സൈന്യത്തെ പിൽക്കാലത്ത് ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ട് വന്ന, ഗവർണർ ജനറലായിട്ട് വന്ന ലോർഡ് കോൺവാലിസിനെ തോൽപ്പിച്ചു. അങ്ങനെ അതോടുകൂടി ബ്രിട്ടീഷുകാർ കൊടിയും കുടയും മടക്കി പിരിഞ്ഞു പോകരുത്. പിന്നെ പാരീസിൽ വെച്ച് ഉടമ്പടി ഒപ്പിട്ട് ബ്രിട്ടൻ തന്നെയും അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഈ തോമസ് ജെഫേഴ്സൺ ഇങ്ങനൊരു സാഹിത്യം എഴുതി പാസ്സാക്കിയതുകൊണ്ടല്ല, നേരെ മറിച്ച് ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് ഓടിച്ചതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ആ ഡേറ്റിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. പ്രാധാന്യം ഈ കമ്മിറ്റി കൂടി പാസ്സാക്കിയ ഈ സ്വാതന്ത്ര്യ പ്രമേയം ഫിലാഡൽഫിയ കൺവെൻഷൻ ഒപ്പിടുക, അത് അംഗീകരിക്കും. അതിലെ എല്ലാ മെമ്പർമാരും അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് പാസ്സാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കൺവെൻഷൻ. ഇത് പാസ്സാക്കിയ സ്ഥലം അമേരിക്കക്കാർ ഇപ്പോഴും വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. 250 കൊല്ലം പഴക്കമുള്ള കെട്ടിടം ഇപ്പോഴും ഫിലാഡൽഫിയയിൽ നമുക്ക് കാണാൻ കഴിയും. ഫിലാഡൽഫിയ ഓൾഡ് സിറ്റിയിലാണ്. ആ സ്ഥലത്തിന് ഇൻഡിപെൻഡൻസ് ഹാൾ എന്നാണ് പറയുന്നത്.
അതിൻ്റെ മുറ്റത്തും ഒരു പ്രതിമയുണ്ട്. അത് പക്ഷേ ജെഫേഴ്സൻ്റെ പ്രതിമയല്ല, നേരെ മറിച്ച് വാഷിങ്ടൻ്റെ പ്രതിമയാണ്. ആ സ്ഥലത്ത് നമുക്കിപ്പോഴും പോയി കാണാവുന്നതാണ്. നേരത്തെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്താലേ കാണാൻ പറ്റും. അവിടെ ഗൈഡുണ്ട്, സ്ഥലങ്ങളെ കൂടെ കാണിച്ചു തരും. അവിടെ തന്നെയാണ് ആദ്യം സെനറ്റ് പ്രവർത്തിച്ചത്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് പ്രവർത്തിച്ചിരുന്നത്, US സുപ്രീം കോടതി അവിടെയാണ് പ്രവർത്തിച്ചത്. ആദ്യം അമേരിക്കയുടെ തലസ്ഥാനം തന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് ഫിലാഡൽഫിയയിലായിരുന്നു. പിന്നീടാണ് വാഷിങ്ടൺ DC എന്നൊരു പുതിയൊരു തലസ്ഥാന നഗരം പണിതു ഉയർത്തി ഈ ഭരണ സ്ഥിരാകേന്ദ്രം അങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഇങ്ങനെ പുരാതനമായ ഒരു നഗരമാണ് ഫിലാഡൽഫിയ. അതൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സവിശേഷത എന്താ വെച്ചാൽ, അമേരിക്കയിൽ പിന്നീട് ഈ നേതാക്കന്മാരെ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഈ ജോർജ് വാഷിങ്ടൺ ആദ്യത്തെ പ്രസിഡൻ്റായി, ജോൺ ആഡംസ് ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായി. 8 കൊല്ലം അത് കഴിഞ്ഞു. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇനി വാഷിങ്ടൺ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. അപ്പോൾ രണ്ടാമത്തെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജോൺ ആഡംസും അദ്ദേഹത്തിൻ്റെ ചിരകാല സഹപ്രവർത്തകനായിരുന്ന തോമസ് ജെഫേഴ്സണും തമ്മിൽ മത്സരിച്ചു. ആ മത്സരത്തിൽ ആഡംസ് ജയിച്ചു. 4 കൊല്ലം കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും മത്സരിച്ചു. അപ്പോൾ ജെഫേഴ്സൺ വിജയിച്ചു. പിന്നെ ഇവർ തമ്മിൽ അത്ര സുഖമില്ലാത്ത ഒരു രീതിയിലാണ് പിരിയുന്നത്. ഇതിലെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കൃത്യം 50-ാം വാർഷികത്തിലാണ് സ്വാതന്ത്ര്യ പ്രമേയം എഴുതി ഉണ്ടാക്കിയ തോമസ് ജെഫേഴ്സൺ മരിച്ചത്. അപ്പോൾ ജെഫേഴ്സൻ്റെ ചരമദിനവും അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനവും ഒരേ ദിവസമാണ്. അതിൽ വേറൊരു സവിശേഷത കൂടിയുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഈ സ്വാതന്ത്ര്യ പ്രമേയം എഴുതാനായിട്ട് ആദ്യം ചുമതല ഏൽപ്പിച്ച, പിന്നീട് അത് ജെഫേഴ്സന് കൈമാറിയ ജോൺ ആഡംസും മരിച്ചത്. അപ്പോൾ ഈ 3 വിശേഷ ദിവസങ്ങൾ ഒരേ ദിവസം നടക്കുന്നു. 1776 ജൂലൈ 4-ാം തീയതി അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. 1826 ജൂലൈ 4-ാം തീയതി കൃത്യം 50 വർഷം തികയുന്ന ദിവസം ജെഫേഴ്സനും അതുപോലെ ആഡംസും മരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൗതുകരമായിട്ടുള്ള ദിവസമാണ് ജൂലൈ 4. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എല്ലാ അമേരിക്കക്കാർക്കും, മലയാളികളായ അമേരിക്കക്കാരടക്കം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു. ഇത് ലോക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും സുശക്തവും ഇപ്പോഴുള്ളതിൽ ഏറ്റവും പഴയതുമായ ഒരു ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവർക്കൊരു രാജാവ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. റഷ്യയിൽ ചക്രവർത്തിയാണ്. ഫ്രാൻസിലും രാജഭരണം വിട്ട് പിന്നീട് ചക്രവർത്തി വരുന്നു. പിന്നെ രാജാക്കന്മാർ മാറി മാറി വരുന്നു. ഇംഗ്ലണ്ടിൽ അന്നോട്ട് ഇന്ന് വരെ രാജാക്കന്മാരാണ്. സ്വീഡനിൽ രാജാവാണ്, നെതർലൻഡ്സിൽ രാജാവാണ്, ബെൽജിയത്തിൽ രാജാവായിരുന്നു. എല്ലായിടത്തും രാജാക്കന്മാരുണ്ട്. പക്ഷേ അമേരിക്കയിൽ അന്നോട്ട് ഇന്ന് വരെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, രാജഭരണം ഉണ്ടായിട്ടില്ല, ഏകാധിപത്യം ഉണ്ടായിട്ടില്ല. ഈ 1776 ശേഷം, പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന 1789 മുതൽക്ക് ഇന്നേ ദിവസം വരെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പുരാതനവും ഏറ്റവും ശക്തവുമായ ജനാധിപത്യം എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് അന്നോട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. പൊതുവേ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷക്കാർക്ക് അമേരിക്കയോട് വലിയ പുച്ഛവും പരിഹാസമൊക്കെയാണ്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അമേരിക്കക്കാരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അമേരിക്കയുടെ ശക്തിയെയോ അതിൻ്റെ പാരമ്പര്യത്തെയോ പൈതൃകത്തെയോ ഒന്നും കുറച്ച് കാണുന്നതുകൊണ്ട്, പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, പ്രത്യേകിച്ചൊരു മേന്മയില്ല എന്ന് മാത്രമല്ല നമ്മൾ വളരെ അപഹാസ്യരാവും എന്ന് മാത്രമുള്ളൂ. അപ്പോൾ എല്ലാ അമേരിക്കക്കാർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യത്തിന് ആശംസിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ലോക ജനാധിപത്യ പ്രക്രിയയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് എന്ന് മാത്രമല്ല, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് കൂടിയാണ് എന്നും കൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കും.